എന്തേ? അമ്മേനെ കാണിക്കാനായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തു. ഡോക്ടർ ഒരു എമർജൻസിയിലാണ്, ഒന്ന് വെയിറ്റ് ചെയ്യോ? ഓക്കെ. എന്തായിരുന്നു? എമർജൻസി അമ്മയ്ക്ക് തീരെ വയ്യ കാണിക്കാൻ. ഇന്ന് അവിടെ കിടത്തിക്കോളി, ഡോക്ടർ അങ്ങോട്ട് വരും. നോക്കാം. പിന്നെ ഇന്നെന്താ എമർജൻസി ഉണ്ടായത് അമ്മക്ക്? അമ്മയ്ക്ക് എന്താ അറിയില്ല, കുറേ ദിവസമായിട്ട് എന്തോ വയ്യായി ഉണ്ട്. അമ്മ ഒന്നും പറയണില്ല. അപ്പൊ മാഡത്തിനെ കാണിക്കണം പറഞ്ഞോണ്ട് ഇങ്ങനെ വന്നത്. അതായത് അമ്മക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്കറിയില്ല എന്തിനാണ് നിങ്ങളോട് പറയാതിരുന്നതെന്ന് അറിയില്ല, പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് അമ്മേനെ 2 ദിവസം അഡ്മിറ്റ് ആക്കാം. ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങും ഒക്കെ ചെയ്തിട്ട് രോഗനിർണയം നടത്തണം. ഇല്ലല്ലോ, അഡ്മിറ്റ് ആക്കാനുള്ള നേരമൊന്നുമില്ല. മാഡം മരുന്ന് എന്തെങ്കിലും എഴുതി തന്നാൽ മതി. നമുക്ക് ലീവൊന്നും ഇല്ലാത്തതാണ്. അതല്ല, രോഗം അറിയണ്ടേ മോളെ? അമ്മക്ക് എന്താണ് രോഗം എന്ന് അറിയണ്ടേ? അമ്മ കുറേ കാലമായി ഇതും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ അറിഞ്ഞില്ലല്ലോ? ഇല്ല. ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. ഇരിക്കും. അമ്മക്ക് മെൻസസ് നിന്നിട്ട് ഒരു 4-5 വർഷമായി. ഈ ബ്ലീഡിങ് തുടങ്ങിയിട്ട് ഒരു 4-5 മാസമായി. അമ്മ ആരോടും പറയാതെ കൊണ്ടുനടക്കുകയാണ്. മനസ്സിലായോ? അടിയിൽ തുണി കൊടുത്തിട്ട് ആരോടും പറയാതെ കൊണ്ടുനടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മെൻസസ് നിന്നവരിൽ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ചെറിയ കാര്യമായിട്ട് എടുക്കരുത്. 2 ഗുളിക എഴുതി എനിക്ക് നിന്നെ പറഞ്ഞു വിടാം. ഓക്കെ? അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ രോഗം എന്താണ് എന്ന് നമ്മൾ അറിയണം. ചിലപ്പോൾ വല്ല സീരിയസ് രോഗം ആവാനും സാധ്യത ഉണ്ട്. ഇപ്പം നീ എഗ്രി ചെയ്യുന്നില്ലല്ലോ ഇവിടെ കിടക്കണം എന്ന് പറയുമ്പോൾ. നേരമില്ലാത്തതുകൊണ്ടായിരുന്നു. നേരെ ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള രോഗം വരുമ്പോൾ അത് സീരിയസ് ആയി എടുക്കുക, ടെസ്റ്റുകൾ ചെയ്യുക, സ്കാൻ ചെയ്യുക, ഇനി വല്ല ബയോപ്സി ഉണ്ടെങ്കിൽ അതെടുക്കുക, രോഗനിർണയം നടത്തുക. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലാനിങ്, എവിടെ പോകണം, എങ്ങനെ പോകണം, എപ്പോൾ പോകണം, ആരെ കാണണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്ന് നിനക്ക് വിവരിച്ചു തരും. ഒന്നും അറിഞ്ഞിട്ടില്ലേന്നു. അപ്പം നീ വീട്ടിൽ ഒന്ന് അറിയിക്കുമോ? ദയവായിട്ടൊന്ന് ആളുകളെ അറിയിച്ചിട്ടേ നമുക്ക് അമ്മേനെ അഡ്മിറ്റ് ആക്കാം. വിളിച്ചിട്ട് പറയാം. ആയിക്കോട്ടെ, ശരി, ഓക്കെ.